ഞാൻ എപ്പോഴൊക്കെയോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എപ്പോഴും സിറ്റ് ഔട്ടിലൊക്കെ ഇരിക്കുന്ന ചെടികൾ ഒരേപോലെ കുറേ നാൾ ഇരിക്കുമ്പോൾ എനിക്ക് ബോറടിക്കുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെടികൾ ഇങ്ങനെ മാറ്റി കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ ചെടികൾ മാത്രമല്ല, ഈ പോട്ടും കുറച്ച് പുതിയത് വെച്ചിട്ടുണ്ട്. സെറാമിക് പോട്ട്സ് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. വല്ലപ്പോഴും ഒരെണ്ണം വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ കൂട്ടിക്കൂട്ടിയാണ് ഇത്രയും പോട്ട്സ് ആയത് തന്നെ. സെറാമിക് പോട്ട്സ് പൊതുവെ വില കൂടുതലാണ്. എനിക്ക് സിറ്റ് ഔട്ടിൽ ഒരു റിച്ച് എസ്തെറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെറാമിക് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വൈറ്റ് കളറാണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെടികളുടെ പച്ചപ്പും ഈ ഒരു വൈറ്റ് കളറും കോൺട്രാസ്റ്റ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ചെടി ഏതാണെന്ന് മനസ്സിലായില്ലേ? ഇത് പീസ് ലില്ലിയാണ്. എൻ്റെ പഴയ ചെടിയിൽ നിന്ന് ഞാനിങ്ങനെ മുറിച്ച് വെച്ചാണ് ഇത്രയും ചെടികൾ ഉണ്ടാക്കിയെടുത്തിരിക്കണേ. ഇതാണ് പീസ് ലില്ലിയുടെ ഫ്ലവർ. ഇത് പതുക്കെ പ്യുവർ വൈറ്റായി മാറും. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഈ ഒരു പ്ലാന്റ് വെക്കാൻ പറ്റില്ല. ഇതുപോലെ സിറ്റ് ഔട്ടിലോ ഷെയ്ഡ് ആയിട്ടുള്ള ഏരിയയിലോ നമുക്ക് അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ പീസ് ലില്ലി. മുടങ്ങാണ്ട് ഡെയിലി നനച്ചു കൊടുക്കണം. പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് DAP ഇട്ട് കൊടുത്താൽ മതി 15 ദിവസം കൂടുമ്പോൾ. അപ്പോൾ പീസ് ലില്ലി ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കിട്ടോ.